നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. PSC പരീക്ഷാ തട്ടിപ്പ് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചു നേതാക്കളെ രക്ഷപ്പെടുത്താനുള്ള നീക്കം പൊളിക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. CPM ഭരണകാലത്ത് നിർണായക സ്ഥാനങ്ങൾ അലങ്കരിച്ച പോലീസ് ഉദ്യോഗസ്ഥരാണ് സർക്കാരിന്റെ വിവിധ സുപ്രധാന സീറ്റുകളിലിരുന്ന് CPMുകാരെ സഹായിക്കാൻ കരുക്കൾ നീക്കുന്നത്. ആസൂത്രണ ബോർഡ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് PSCയിലെ 3 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് ഉടൻ കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് ചെന്നിത്തലയുടെ ഇടപെടൽ. PSC ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ നിർണായക രേഖകൾ പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് SIT നീക്കം. ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്ത ശേഷമാകും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുക. നേരത്തെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും പ്രതിസ്ഥാനത്ത് PSC ഉദ്യോഗസ്ഥർ എന്ന് മാത്രമാണ് FIRൽ രേഖപ്പെടുത്തിയത്. അവിടെയാണ് ഉദ്യോഗസ്ഥരുടെ പേര് വരിക. 2 സംഘങ്ങളായി ക്രൈംബ്രാഞ്ച് PSC ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിലാണ് നിർണായക വിവരങ്ങളും രേഖകളും കിട്ടിയത്. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ആയിരുന്നു പരിശോധന. PSC കൈമാറിയ രേഖകളിൽ ഉൾപ്പെടാത്ത പല നിർണായക രേഖകളും SITക്ക് ലഭിച്ചതായാണ് വിവരം. എന്നാൽ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത്തരമൊരു നടപടി സാധ്യമാണോ എന്നതാണ് വിഷയം. PSCയിലെ ഭരണകർത്താക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുക. നിലവിൽ ഭരണകർത്താക്കളെ തൊടാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇക്കാര്യം മനസ്സിലാക്കിയാണ് ഗവർണറുടെ ഇടപെടൽ ഉണ്ടായത്. കേരളത്തിലെ PSC പരീക്ഷാ ക്രമക്കേടിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇടപെട്ടത് ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ്. 100ഓളം പരാതികൾ ഉയർത്തിയതിനാൽ രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നീക്കം. PSC ഭരണഘടനാ സ്ഥാനമായതിനാൽ നടപടിയെടുക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുള്ളൂ. രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് റഫർ ചെയ്താൽ PSC ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാൻ ഗവർണർക്ക് കഴിയും. സുപ്രീം കോടതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതിക്ക് PSCയെ പിരിച്ചുവിടാം. ഇതിനുള്ള നിയമസാധുതയാണ് ഗവർണർ തേടുന്നതെന്നാണ് വിവരം. ഇപ്പോഴത്തെ സർക്കാർ നടപടിയിലും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലും ഗവർണർ തൃപ്തനല്ല. PSCക്കെതിരെ കടുത്ത നടപടി ആലോചിക്കാൻ അദ്ദേഹം നിയമ ഉപദേശം തേടിയതായി ലോക്ഭവൻ വൃത്തങ്ങൾ പറയുന്നു. 2 മാസമായി വിവാദം പുകയുന്ന പരീക്ഷാ ക്രമക്കേടിൽ ഇതുവരെ ഒരു വഴിത്തിരിവുണ്ടായിട്ടില്ലെന്നാണ് ലോക്ഭവന്റെ വിലയിരുത്തൽ. പരീക്ഷാ ക്രമക്കേടിൽ 100ഓളം പരാതികൾ വന്നെങ്കിലും ആസൂത്രണ ബോർഡ് പരീക്ഷാ തട്ടിപ്പിൽ മാത്രമേ നിലവിൽ കേസെടുത്തിട്ടുള്ളൂ. മറ്റു പരാതികൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശദീകരണം. ചരിത്രത്തിലാദ്യമായി പോലീസ് PSCയിലെ പരീക്ഷാ വിഭാഗത്തിലെത്തി രേഖകളും പരിശോധിച്ചിരുന്നു. രാജ്യത്ത് പലയിടത്തും PSCയിലെ ക്രമക്കേടുകളെ ചൊല്ലി യുവാക്കൾ പ്രക്ഷോഭത്തിലാണ്. സമരങ്ങളെ ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നുമുണ്ട്. കേരളത്തിൽ നിലവിലെ PSC LDF ഭരണകാലത്ത് നിയമിക്കപ്പെട്ടതാണ്. ഭരണഘടനാ പരിരക്ഷയുള്ള സ്വതന്ത്ര സ്ഥാപനമായതിനാൽ ഗവർണർക്ക് നേരിട്ട് PSCയെ പിരിച്ചുവിടാനാവില്ല. ഗവർണറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ രാഷ്ട്രപതിക്ക് അന്വേഷണത്തിനായി സുപ്രീം കോടതിക്ക് റഫർ ചെയ്യാം. സുപ്രീം കോടതി അന്വേഷണം വന്നാൽ PSC ചെയർമാനെയും അംഗങ്ങളെയും ഗവർണർക്ക് സസ്പെൻഡ് ചെയ്യാം. അന്വേഷണത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് PSCക്കെതിരായ പരാമർശം ഉണ്ടായാൽ രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാം. ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിൽ 58 മാർക്കിൽ 10 ചോദ്യങ്ങളും മൂല്യനിർണ്ണയം ബോധപൂർവ്വം ഒഴിവാക്കിയെന്ന വിലയിരുത്തലിലാണ് SIT എത്തിയത്. 10 ചോദ്യങ്ങൾ എഴുതാതെയും തെറ്റിക്കുകയും ചെയ്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ടി PSC ഉദ്യോഗസ്ഥർ ഇടപെട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ചോദ്യങ്ങളുടെ മൂല്യനിർണ്ണയം ഒഴിവാക്കി. ഉദ്യോഗസ്ഥർക്ക് എന്താണ് താല്പര്യമെന്നാണ് കണ്ടെത്താനുള്ളത്. ഭരണസമിതി പുതുതായി അധികാരമേൽക്കുമ്പോൾ അവരുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ പ്രധാന ചുമതല ഏൽപ്പിക്കാറുണ്ട്. അതാണ് PSCയിലും നടന്നത്. തട്ടിപ്പ് വന്ന വഴിയും ഇതുതന്നെയാണ്. കമ്മീഷൻ വിചാരിക്കാതെ PSCയിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല. എന്നിട്ടും ഉദ്യോഗസ്ഥരിൽ മാത്രം ആരോപണമുന എത്തിക്കുന്നു. ഇതിലാണ് മന്ത്രിക്ക് സംശയം. PSCയിലെ പരിശോധനയും തെളിവെടുപ്പും പൂർത്തിയായതാണ് വിവരം. PSC ആസ്ഥാനത്ത് ഒരാഴ്ച നീണ്ട തെളിവെടുപ്പിൽ ഓൺ സ്ക്രീൻ മാർക്കിംഗുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും 15 അംഗങ്ങളും ഉൾപ്പെടെ 16 പേരുടെ ശമ്പളത്തിനായി പ്രതിമാസം 58,51,720 രൂപ ചെലവഴിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ. 2025 ജനുവരി 1 മുതൽ നടപ്പിലാക്കിയ ശമ്പള പരിഷ്കരണത്തിന് ശേഷമുള്ള കണക്കുകളാണ് ഇത്. PSC ചെയർമാന്റെ അടിസ്ഥാന ശമ്പളം 2,24,100 രൂപയാണ്. ഇതിനു പുറമെ 1,34,460 രൂപ ക്ഷേമബത്തയും 10,000 രൂപ വീട്ടുവാടക അലവൻസും ഉൾപ്പെടുന്നതോടുകൂടി പ്രതിമാസ ശമ്പളം 3,68,560 രൂപയാകും. ഒരു PSC അംഗത്തിന്റെ അടിസ്ഥാന ശമ്പളം 2,19,900 രൂപയാണ്. ഇതിനു പുറമെ 1,31,454 രൂപ ക്ഷേമബത്ത, 10,000 രൂപ വീട്ടുവാടക അലവൻസ്, 5,000 രൂപ കാർ അലവൻസ് എന്നിവ ചേർന്ന് പ്രതിമാസം 3,65,544 രൂപ ലഭിക്കും. 15 അംഗങ്ങൾക്കായി
മാത്രം പ്രതിമാസം 54,83,160 രൂപ ശമ്പളമായി ചെലവഴിക്കുന്നു. ചെയർമാന്റെ ശമ്പളവും ചേർത്താൽ ആകെ 58,51,720 രൂപയാണ് PSC പ്രതിമാസം ഈ ഇനത്തിൽ മാത്രം ചെലവഴിക്കുന്നത്. PSC ആസ്ഥാനത്തും വിവിധ ജില്ലാ ഓഫീസുകളിലുമായി ആകെ 1,873 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ 1,777 പേർ സ്ഥിരം ജീവനക്കാരും 96 പേർ താൽക്കാലിക ജീവനക്കാരുമാണ്. അതേസമയം 2016 മുതൽ 2026 ഏപ്രിൽ 30 വരെ കഴിഞ്ഞ 10 വർഷത്തിനിടെ PSC ആകെ 3,15,834 നിയമന ശുപാർശകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശകൾ നടന്നത് 2017-ലാണ്. ആ വർഷം മാത്രം 35,911 ശുപാർശകൾ PSC നൽകിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സമീപകാലത്ത് PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ആരോപണങ്ങളും അന്വേഷണങ്ങളും ചർച്ചയാകുന്നതിനിടയിലാണ് ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളത്തെ ചൊല്ലി നിയമന കണക്കുകളും വീണ്ടും ശ്രദ്ധേയമാകുന്നത്. കർണാടകത്തിലും PSC ചെയർമാനെ ഗവർണർ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ അധികാര ദുർവിനിയോഗം, സ്വജനപക്ഷപാതവും എന്നീ കുറ്റങ്ങൾ ചുമത്തി കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ശിവശങ്കരപ്പ സാഹുക്കറെ സസ്പെൻഡ് ചെയ്ത ഗവർണർ താവർ ചന്ദ് ഗെഹ്ലോട്ടിന്റെ ഉത്തരവ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. 7 ദിവസത്തിനുള്ളിൽ ഈ സാഹുക്കറിനെ KPC ചെയർമാനായി പുനർനിയമനം നടത്തണമെന്നും കോടതി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഗവർണറുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഈ സാഹുക്കർ സമർപ്പിച്ച ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സൂരജ് ഗോവിന്ദരാജ് ചൊവ്വാഴ്ചയാണ് വിധി പ്രഖ്യാപിച്ചത്. സിംഗിൾ ബെഞ്ച് ഹർജി ഭാഗികമായി അനുവദിക്കുകയും ജൂലൈ 10-ന് ഗവർണർ പുറപ്പെടുവിച്ച സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം ഗവർണർ നടപടിയെടുക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. സാഹുക്കറെ സസ്പെൻഡ് ചെയ്യാൻ സംസ്ഥാന മന്ത്രിസഭ ഉപദേശിക്കുകയോ ശുപാർശ ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉത്തരവിന്റെ ഔദ്യോഗിക പകർപ്പ് ലഭിച്ച് 7 ദിവസത്തിനുള്ളിൽ സാഹുക്കറെ KPCC ചെയർമാനായി പുനർനിയമനം നടത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തുടരാനും എല്ലാ അധികാരങ്ങളും വിനിയോഗിക്കാനും സ്ഥാനവുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും സ്വീകരിക്കാനും കഴിയുമെന്ന് കോടതി പറഞ്ഞു. കേരളത്തിലെ സമാനമായ തട്ടിപ്പാണ് കർണാടകത്തിലും നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷം കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നടന്ന സമാന്തര റാങ്ക് കച്ചവടത്തെ സംശയങ്ങൾ ബലപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് അന്വേഷണ സംഘം പുറത്തുവിട്ടത്. PSC അംഗങ്ങളും ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ഭരണ അനുകൂല സംഘടനാ നേതാക്കളും ചേർന്ന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തി നടത്തിയ വഴിവിട്ട ഇടപാടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.